എന്താണ് അതിന്റെ വർധനം, എന്താണ് അതിന്റെ ബറക്കത്ത്? എന്തേ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശം, ആ അംശം നിലവിലുള്ള സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാല് തൊട്ട സ്ഥലത്തുനിന്ന് പൊട്ടിയൊലിച്ച വെള്ളമാണ്. അത് അന്ത്യനാൾ വരെ അവിടുത്തെ ബറക്കത്തിന്റെ തെളിവാണ്. പോരാ, മഖാമു ഇബ്രാഹീം, അത് മറ്റൊരു പാപ്പയാണ്, ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മാണം നടത്തുമ്പോ കയറി നിന്ന കല്ല്, ആ കല്ലിന്റെ മേലെ അവിടുത്തെ കാലങ്ങ് പതിഞ്ഞു. ആ കല്ല് അതിപ്പോഴും അതാ ലോകത്ത് ഏറ്റവും വലിയ പള്ളി, ഏറ്റവും മഹത്വമുള്ള പള്ളി, ആ പള്ളിയിൽ കണ്ണാടിയിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ 2-3 ദിവസം മുമ്പ് ബഹ്റൈനിൽ നിന്ന് വായിച്ചു, ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ പത്രത്തിൽ പള്ളിയിൽ തിരുശേഷിപ്പ് സൂക്ഷിക്കാൻ പറ്റൂലെന്ന് ഒരു വിവരം കെട്ടവനോ എഴുതിയിരിക്കുകയാണ്. ചോദിക്കട്ടെ, മസ്ജിദുൽ ഹറാമിൽ കണ്ണാടിയിലാക്കി വെച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പയുടെ കാല് തൊട്ട കല്ലല്ലേ? അത് തിരുശേഷിപ്പല്ലേ? അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തിരുശേഷിപ്പ്, അവിടുത്തെ കാല് തൊട്ട കല്ല് അതാ കഅബയുടെ സമീപത്തുണ്ട് നബിയേ. ആ കല്ല് വെച്ചിട്ടുള്ള സ്ഥലം, കല്ലിന്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കാനാണ് കൽപ്പന. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. പരിശുദ്ധ ഖുർആനാണ്. പുത്തൻവാദികൾക്ക് അതൊക്കെ ശിർക്കായിരിക്കും, പക്ഷേ അവർക്ക് ഖുർആൻ ശിർക്കാണ്. അല്ല, ഖുർആനിൽ ശിർക്കുണ്ടായിട്ടല്ല, അവരുടെ ചിന്തക്ക് കിറുക്കാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും സാധിച്ചില്ല. അല്ലാഹുവേ, അവരെ നീ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന് നന്നാക്കണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, അപ്പോ അത് ചെറിയ സംഗതിയല്ല. എന്നാ ഈ സംസം വെള്ളത്തെ പറ്റി ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കേണ്ടിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അറിയുന്നവരായിരിക്കും പലരും. എന്നാലും എന്താണ് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം ഏതുദ്ദേശത്തിന് വേണ്ടി കുടിച്ചോ, കുടിച്ച കാര്യം ശരിയാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ സംസം വെള്ളം കുടിക്കുമ്പോൾ ഒരു ദിക്ർ സുന്നത്തുണ്ട്, ഇമാമിങ്ങൾ പറയാ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നഹു ബലഗനി അൻ ഹബീബിക വറസൂലിക സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസം ലിമാ ശുരിബ ലഹു അല്ലാഹുമ്മ ഇന്നി യസ്റു മാ സംസം ഹാദാ ലികദ. സംസം വെള്ളം കുടിക്കുമ്പോൾ പഠിച്ചവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസം വെള്ളം ഏത് ഉദ്ദേശം വെച്ച് കുടിച്ചോ അത് ശരിയാവുമെന്ന് പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഇന്ന ഉദ്ദേശത്തിന് വേണ്ടി കുടിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് പറഞ്ഞുകൊണ്ട് കുടിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഹദീസിൽ വന്നുകൊണ്ട് എല്ലാവർക്കും ഉറപ്പല്ലേ? അല്ലേ? നബി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ച എല്ലാവർക്കും ഉറപ്പല്ലേ? സംസം വെള്ളം കൊണ്ട് ഉദ്ദേശിച്ച കാര്യം നേടൂ തുറച്ചില്ലേ? ഉറപ്പ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഈ അജ്ജാവരത്തുണ്ട് ഹസൻ സഖാഫി ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മാക്ക് ക്യാൻസർ രോഗാന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ ഒരു കുറച്ച് സംസം വെള്ളം കൊണ്ടാണ്. സംസം വെള്ളം കൊണ്ടുവന്നു, സംസം വെള്ളം കൊടുത്തു. അൽഹംദുലില്ലാഹ്, അയാൾ എന്നെ പിന്നെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. സംസം വെള്ളം കുടിച്ചു, ഉമ്മാന്റെ ക്യാൻസർ രോഗം മാറിപ്പോയി. അത് സംസം വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ലത്. മാഉ സംസം ലിമാ ശുരിബ ലഹു. അത് കുടിച്ച സംഗതി ശരിയാവുന്ന ഹദീസിലുണ്ട്. പക്ഷേ ഏതെങ്കിലും വിവരം കേട്ട ചങ്ങാതി നാളെ ഒരു വെല്ലുവിളി, സംസം വെള്ളം ഒറിജിനലാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു വെല്ലുവിളി. എന്താ വെല്ലുവിളി? സംസം വെള്ളം ഏത് ഉദ്ദേശം വെച്ച് കുടിച്ചോ അത് ശരിയാവുന്ന ഹദീസിലുണ്ട്. നിങ്ങൾ മക്കത്തുനിന്ന് കൊണ്ടുവന്ന ഈ സംസം വെള്ളം ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം. പരിശോധന എങ്ങനെ? എന്റെ മനസ്സിലൊരു മുറാദുണ്ട്. എന്റെ മനസ്സിലെ മുറാദ് എന്താ? ഇന്ന ഒരു മൊയ്യാര് നശിക്കണോന്നാ, അല്ലെ ഇന്ന ഒരു തങ്ങൾ നശിക്കണോന്നാ, അല്ലെ വേറൊരു ചങ്ങാതിന്റെ കച്ചവടം അങ്ങനെ തന്നെ പൊളിഞ്ഞിട്ട് എന്റെ പീടികയിലേക്ക് വരണോന്നാ. അങ്ങനെയൊക്കെ അല്ലേ ഓരോരുത്തരുടെ മുറാദ് ഉണ്ടാകുക. ഈ മുറാദ് ശരിയാകാൻ വേണ്ടി ഞാൻ സംസം വെള്ളം കുടിക്കുന്നു, അത് ശരിയായിട്ടില്ലെങ്കിൽ ഈ സംസം വെള്ളം ഒറിജിനൽ അല്ലാതെ തീരുമാനിക്കും. ഇങ്ങനെ ഒരുത്തം വെല്ലുവിളിച്ച് ആ വെല്ലുവിളി നേരിടാൻ പറ്റുമോ? നേരിടാൻ പറ്റൂല. മതത്തെക്കുറിച്ച് വിവരമില്ലാത്ത ഒരു മതം കൈകാര്യം ചെയ്യരുത്, അതിനു വേണ്ടി അത് പറയും. അങ്ങനെ ഒരുത്തം വെല്ലുവിളിച്ചാൽ നേരിടാൻ പറ്റൂല. ഹദീസ് ഇല്ലാഞ്ഞിട്ടല്ല, ഹദീസ് ഉണ്ട്. പക്ഷേ അങ്ങനെ മൊയ്ജിയത്തും കറാമത്തും ബറക്കത്തും വെച്ചിട്ട് വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനോ ഈ സമുദായത്തിന്
അനുമതി കൊടുത്ത ഒരേ ഒരു മൊയ്ജിദത്ത് മാത്രമേ ഉള്ളൂ. വേറുള്ള ഒരു മൊയ്ജിദത്ത് കൊണ്ടും ബർക്കത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും വെല്ലുവിളിക്കാൻ പാടില്ല. വെല്ലുവിളിക്കാനും വെല്ലുവിളി സ്വീകരിക്കാനും ഒറ്റ ഒരു മൊയ്ജിദത്ത് മാത്രമേ അള്ളാഹു കൊടുത്തിട്ടുള്ളൂ. ഉമ്മത്തിന് വെല്ലുവിളിക്കാൻ, അമ്പിയാക്കല്ല. അമ്പിയാക്കൾക്ക് വെല്ലുവിളിക്കാൻ പറ്റും, ഉമ്മത്തിന് വെല്ലുവിളിക്കാൻ ഒറ്റ മൊയ്ജിദത്ത് മാത്രമേ ഉള്ളൂ. ആ മൊയ്ജിദത്ത് എന്താണ്? ഖിയാമത്ത് നാൾ വരെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു മൊയ്ജിദത്ത് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിലുള്ള ഒരു സൂറത്ത് പോലെ ഒരു സൂറത്ത് ഖുർആന്റെ വിരോധികൾക്ക്, നബിതങ്ങളുടെ വിരോധികൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു ചോദ്യം, വെല്ലുവിളിയാണ്. ഇന്ന് വരെ ആർക്കും നേരിടാൻ കഴിഞ്ഞില്ല. ഖിയാമത്ത് നാൾ വരെ വെല്ലുവിളിച്ചോ പേടിക്കണ്ട, ആര് വെല്ലുവിളിച്ചാലും നേരിട്ടോ പേടിക്കണ്ട. വേറെ ഒരു മൊയ്ജിദത്തുകൊണ്ടും കറാമത്തുകൊണ്ടും ബർക്കത്തുകൊണ്ടും വെല്ലുവിളിക്കാൻ പാടില്ല. ഒരാൾ വെല്ലുവിളിച്ചാൽ സ്വീകരിക്കാനും പാടില്ല. സ്വീകരിച്ചാൽ ദീൻ പൊളിക്കലാണ്. കണ്ടില്ലേ നിങ്ങൾ പെട്ടിലെ എല്ലാ കക്ഷികളും പെട്ടിലെ. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ കാന്തപുരം അള്ളാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ വെറുതെ ദ്വാരുന്നല്ല. കാദിയാനി എന്ന് പറഞ്ഞൊരു സാധനം, അത് കാദീന്റെ തസ്നിയൊന്നല്ല. കാദിയാനി എന്ന് പറഞ്ഞൊരു സാധനം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പുതിയ നബി വന്ന് പോയി തന്നെ ചങ്ങായി. കാദിയാനി കാഫിറാണെന്ന് സർവ്വ പണ്ഡിതന്മാരും ഇമാമികൾ വരും കാഫിറാണ്. കാരണം അള്ളാന്റെ റസൂലിന് ശേഷം പുതിയ നബി വന്ന് തന്നെ അവൻ കാഫിറാ, മുസ്ലിമല്ല. മനുഷ്യന്മാര് വസ്ത്രത്തിൽ ഒരു അഹമ്മദിയ മുസ്ലിം, വെള്ളച്ചായ എന്ന് പറയും പോലെ, ചായയായിട്ടൊരു ബന്ധവുമില്ല. ചായപ്പൊടിയിലാണ് ചായ. അപ്പോ ഈമാനില്ല, ഇസ്ലാമില്ല, പക്ഷേ അഹമ്മദിയ മുസ്ലിം എന്ന് പറഞ്ഞൊരു സാധനം, അതാണ് കാദിയാനി. ഈ കാദിയാനി വെല്ലുവിളിച്ച് കൊടിയത്തൂരുന്നു. എന്താ വെല്ലുവിളിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദികളോടോ നസാറാക്കളോടോ അതുപോലത്തെ കക്ഷികളോട് മുബാഹലക്ക് വേണ്ടി വെല്ലുവിളിച്ച സംഭവം ഖുർആനുണ്ട്. അത് വെച്ചിട്ട് കാദിയാനി വെല്ലുവിളിച്ചു, ഞങ്ങൾ മുബാഹലക്ക് വെല്ലുവിളിക്കുന്നു. മുബാഹല എന്ന് പറഞ്ഞാൽ ശാപപ്രാർത്ഥന. നിങ്ങളോ ഞമ്മളോ ആരാ? സത്യത്തിന്റെ ആളുകൾ. അസത്യത്തിന്റെ ആളുകൾക്ക് അല്ലാഹു തആല മുസീബത്ത് ഇറക്കട്ടെ എന്ന് രണ്ടൂട്ടരും കൂടി സത്യം ചെയ്തിട്ട് ശാപപ്രാർത്ഥന നടത്തുക, മുബാഹല എന്ന് പറയും. ഈ മുബാഹല നടത്താൻ വെല്ലുവിളിച്ചാൽ കാദിയാനിയാണ്. ബഹുമാനപ്പെട്ട ഉള്ളാളെ തങ്ങളും കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ആ മുബാഹല വെല്ലുവിളി സ്വീകരിക്കാൻ പാടില്ല. സ്വീകരിച്ചുകൊണ്ട് അവരോട് മുബാഹല നടത്താനും പാടില്ല. നടത്തിയാൽ അത് ഇസ്ലാമിനെ കളങ്കപ്പെടുത്തലാണ് എന്ന് പറഞ്ഞു. എന്ന് ഞാൻ വെറുതെ പറയല്ല. 10-25 കൊല്ലം മുമ്പുള്ള സംഭവ. പല കുട്ടികൾക്കും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ അന്നത്തെ മാതൃഭൂമി പത്രം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് അത് അറിയില്ല. അന്ന് ഞാൻ മംഗലാപുരത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഏതാ സമസ്ത അതുപോലെ തന്നെ ഏതാ പണ്ഡിതന്മാർ ഇതൊക്കെ ഇൻഷാ അല്ലാഹ് വളരെ വ്യക്തമായിട്ട് വരുന്ന സംഭവം വരാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ മംഗലാപുരത്ത് പ്രസംഗിച്ചു. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മാതൃഭൂമി. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ പറയട്ടെ, മുബാഹല നടത്തുമ്പോൾ തങ്ങളും ഉസ്താദും പറഞ്ഞു ഇത് നടത്താൻ പാടില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ ജമാഅത്ത് ഇസ്ലാമിക്കാരും എല്ലാ മുജാഹിദും അവരുടെ കൂടെ കൂടിയവരും എല്ലാവരും കൂടിയിട്ട് മുബാഹല നടത്തി കാദിയാനികളായിട്ട്. എന്താ പ്രാർത്ഥിച്ചത്? 6 മാസത്തിലിടയ്ക്ക് നമ്മളെ കൂട്ടത്തിൽ അസത്യവാദികൾ ആരാണോ അവർക്ക് അല്ലാഹു തആല മുസീബത്ത് ഇറക്കട്ടെ എന്ന് ശാപ പ്രാർത്ഥന. 6 മാസം കാത്തുനിന്ന് സുബ്ഹാനല്ലാഹ്. കേരളത്തിൽ ഒരു പത്രത്തിൽ വന്ന് 6 മാസത്തിലിടയ്ക്ക് എന്തായാലും കാദിയാനി ശരിയായി പോകുന്നത്. 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും പറ്റിയില്ല. കാദിയാനിക്കും പറ്റിയില്ല, ഇപ്പുറത്തുള്ളവർക്കും പറ്റിയില്ല. അപ്പോഴതാ ദേശാഭിമാനി എന്നൊരു പത്രമുണ്ട് കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റുകാർ ഇറക്കുന്ന അവൻ ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ഒരു യുക്തിവാദി ഒരു ലേഖനം ദേശാഭിമാനിയിൽ. എന്താ ഇതറിയോ? മുബാഹല ദൈവം അനങ്ങിയില്ല ഹെഡിങ്. അതും വെച്ചിട്ടുണ്ട്, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലെന്താ പറയുന്ന അറിയോ? 6 മാസം ദൈവത്തിന് അവധി കൊടുത്ത് എന്തിന്? ശിക്ഷ ഇറക്കാന്. എന്നിട്ട് എല്ലാ ആളുകളും കൂടിയിട്ട് എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഈ കാന്തപുരത്തിനും കാന്തപുരവും ഉള്ളാളങ്ങൾ വിളിച്ച് മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അതിൽ പങ്കെടുത്തുകൊണ്ട് അതിന് അനുകൂലിച്ചുകൊണ്ട് മുബാഹല നടത്തി. 6 മാസമായി ഇങ്ങനെ കാത്തുനിന്ന് 6 മാസമായിട്ട് പത്രത്തിൽ യുക്തിവാദി എഴുതാണ് ദൈവം ഇന്നേ വരെ പ്രതികരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ബോധ്യപ്പെട്ടു ദൈവം ഇല്ല, പടച്ചവനില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് ദേശാഭിമാനിയിൽ ലേഖനം. എന്തുകൊണ്ട് സംഭവിച്ചു? വെല്ലുവിളിക്കാൻ പാടില്ലാത്തത് വെല്ലുവിളിച്ചു, സ്വീകരിക്കാൻ പാടില്ലാത്തത് സ്വീകരിച്ചു. വെല്ലുവിളിക്കാൻ ഒരു മുഅ്ജിസത്ത് മാത്രമേ സമ്മതം തന്നിട്ടുള്ളൂ. അത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആനിൽ സംശയമുണ്ടോ? ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. ആ വെല്ലുവിളി ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുന്നു. ഖുർആനിൽ ഒരു സൂറത്ത് പോലെ സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. അതേ സമയത്ത് വേറെ ഒരു മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും വെല്ലുവിളിക്കാൻ പാടില്ല. കാരണം അതേ മുഅ്ജിസത്ത് അമ്പിയാക്കൾ ഉദ്ദേശിക്കുമ്പോഴാണ് അല്ലാഹു
അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുക്കുന്നത്. ഔലിയാക്കൾ ഉദ്ദേശിക്കുമ്പോഴാണ് കറാമത്ത് കൊടുക്കുന്നത്. അവരിപ്പോഴത് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മക്കറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് വെച്ച് മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും വെല്ലുവിളിച്ചൂടാ. ഇനി ഞാൻ അതിനൊരു ചെറിയ ഒരു സംഭവം, ഒരു ഹദീസും കൂടി അതാ പ്രത്യേകിച്ച് എന്റെ സദസ്സിലുള്ള മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. മിസ്കാത്തിൽ നിങ്ങൾ ഓതിയിട്ടില്ലേ ഒരു ഹദീസ്, ലൗ ജുഇലൽ ഖുർആൻ ഫീ ഇഹാബിൻ സുമ്മ ഉൽഖിയ ഫിന്നാരി മഹ്തറഖാ. മിസ്കാത്തിലുള്ള ഹദീസാണ്. പരിശുദ്ധ ഖുർആൻ ഒരു തോലിലാക്കപ്പെടുകയും എന്നിട്ട് ആ തോല് തീയിലിടപ്പെടുകയും ചെയ്താൽ മഹ്തറഖാ, ആ തോല് കരിയൂല. ഖുർആൻ എഴുതിയ തോല് കരിയൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, പല സ്ഥലത്തും ബിൽഡിങ്ങുകൾ കത്തിയിട്ട് മുസാഫ് മാത്രം കത്താതെ ബാക്കിയായ എത്ര സംഭവം നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ ഒരാൾ വെല്ലുവിളിക്കുന്നു, ഹദീസിലുണ്ടല്ലോ മുസ്ഹഫ് അതേ ഖുർആൻ എഴുതിയ തോല് കത്തൂല എന്ന് ഹദീസിലുണ്ടല്ലോ. അവിടെ നിങ്ങളെ ഖുർആൻ ഒറിജിനലാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കാൻ തോലിൽ ഖുർആനാക്കിയിട്ട് ഞാൻ ഒന്ന് കത്തിച്ച് കാണിച്ചു തരുമോ എന്നൊരു യുക്തിവാദിയോ പുത്തൽവാദിയോ വെല്ലുവിളിച്ചാൽ അപ്പോൾ അത് നേരിടാൻ വേണ്ടി തോലുമെടുത്ത് പോയാൽ, എട മനുഷ്യ, നീ വിവരക്കേട് ചെയ്ത് ഖുർആനെ നിന്ദിച്ചു കേട്ടോ. അങ്ങനെ ഒരു വെല്ലുവിളി നേരിടാൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. വെല്ലുവിളി നേരിടാനും പാടില്ല. കാരണം അതേ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ കത്തിക്കാൻ പാടില്ല, ഖുർആൻ കത്തിക്കാൻ പാടില്ല. ഖുർആൻ കത്താത്ത സംഭവങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷേ കത്തിച്ചുകൊണ്ടൊരു വെല്ലുവിളിയും ആ വെല്ലുവിളി നേരിടലും ഒരു മത്സരവും ഒരു ടെസ്റ്റ് ചെയ്യലും പാടില്ല. കാരണം അങ്ങനെയൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഹദീസിൽ പറഞ്ഞതിന് പല മാനകളുമുണ്ട്, പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അതുപോലെ ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അതിനർത്ഥം അതുകൊണ്ട് വെല്ലുവിളിക്കാമെന്നോ നേരിടാമെന്നോ അല്ല. ഒന്നുകൂടി മനസ്സിലാക്കണം, അങ്ങനെ ഒരുത്തൻ ഖുർആൻ കത്തിക്കാൻ പോയാൽ അവൻ ഇസ്ലാമിനെയും ഖുർആനെയും നിന്ദിച്ചവനാണ്. അങ്ങനെ കത്തിക്കാൻ അനുമതി തന്നിട്ടില്ല. ഹദീസിലുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ആ ഹദീസിൽ പറഞ്ഞതിന് പല വ്യാഖ്യാനങ്ങളും മാനകളും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ മുസ്ഹഫ് കത്തിച്ച് നോക്കാൻ പാടില്ല. ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്നത് ശരിയാണ്, അത് നിഷേധിക്കാനും പോകണ്ട. അതേ സമയത്ത് കത്തിച്ചു നോക്കാൻ പാടില്ല. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇനിയും 100 ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഖുർആനിൽ തന്നെ ഒരു സ്ഥലത്തുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാസിയം മുതസദ്ദിയം മിൻ ഖസിയത്തില്ലാഹ്. ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മേലെ നമ്മൾ ഇറക്കിയാൽ പർവ്വതം പേടിച്ച് പൊട്ടിപ്പിളർന്നു പോകുന്നു ഖുർആനിലുണ്ട്. അപ്പൊ നാളെ തന്നെ ഒരാൾ ഒരു മുസ്ഹഫ് എടുത്ത് വന്നിട്ട് ഇത് ഖുർആനാണോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി മലന്റെ മുകളിൽ കൊണ്ടാച്ചിട്ട് പൊട്ടുന്നുണ്ടോ നോക്കാ എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ മുസ്ഹഫ് കൊണ്ടുപോയി വെച്ച് മല പൊട്ടുന്നുണ്ടോ നോക്കണ്ട. അതിന്റെ മകന എന്താണെന്ന് വേറെ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വെല്ലുവിളി കൊണ്ടുവന്നാൽ അത് നേരിടാൻ പറ്റൂല. സുഹൃത്തുക്കളെ, മുഅ്ജിസത്ത് കറാമത്തിന്റെ അധ്യായം വളരെ വലുതാണ്. അത് നന്നായി പഠിക്കേണ്ട അധ്യായമാണ്. എത്രത്തോളം എന്നറിയോ? ചോദ്യം ചെയ്താൽ തന്നെ ചില ബർക്കത്തില്ലാതെ ആയി പോകും, ചില മുഅ്ജിസത്ത് പ്രകടമാകാതെയായി പോകും. കണ്ടില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിന്റെ കുറയെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടക്കൊടുത്തു. പിന്നെയും കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടക്കൊടുത്തു. പിന്നെയും പറഞ്ഞാൽ ആട്ടിനുണ്ടോ കൂടുതൽ കുറയുണ്ടാകുന്നു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഒരാട്ടിന് എത്ര കുറയുണ്ടാകും? അപ്പ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, നീ അത് ചോദ്യം ചെയ്യാതെ ഞാൻ പറയുമ്പോഴൊക്കെ നീ ചട്ടിയുടെ സമീപത്ത് ചെന്നിരുന്നുവെങ്കിൽ പാത്രത്തിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ നിനക്ക് കിട്ടുമായിരുന്നു. നീ അത് ചോദ്യം ചെയ്തതുകൊണ്ടില്ലാതെയായി പോയി. മുഅ്ജിസത്ത് ബറക്കത്ത് അതേ ചോദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രകടമാകാതെ വരും. അതേ സമയത്ത് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊണ്ട്
വെല്ലുവിളിക്കാം. അവർക്ക് ആ വെല്ലുവിളിക്കേണ്ട സമയം അല്ലാഹു തആല വിവരം കൊടുക്കുന്നുണ്ട്. ഔലിയാക്കൾക്ക് വേണമെങ്കിൽ കറാമത്ത് കൊണ്ട് അവർക്കും വെല്ലുവിളിക്കാം. കാരണം അവരുടെ പ്രവർത്തനം നമ്മളെ പ്രവർത്തനം പോലെയല്ല. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. ഔലിയാക്കൾ അമ്പിയാക്കൾ പഠിച്ചവന്റെ ഓർഡർ പ്രകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മൾ ആ മഖാമിലല്ല, ആ മർത്തബയിലല്ല. അതുകൊണ്ട് നമുക്ക് അവരെ പോലെ വെല്ലുവിളിക്കാനും വെല്ലുവിളിച്ച് കാണിച്ചു കൊടുക്കാനും അധികാരമില്ല. അങ്ങനെ വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനും പാടില്ല. ഈ മത നിയമം മനസ്സിലാക്കാതെ എന്താ ഒന്ന് കത്തിച്ചങ്ങ് കാണിച്ചു കൊടുത്താൽ എന്ന് വിവരക്കേട് കൊണ്ട് പറയുന്നവരുടെ വിവരക്കേടിൽപ്പെട്ട് നിങ്ങളെ ഈമാൻ നശിപ്പിക്കരുതേ മുസ്ലിമീങ്ങളെ. അറിവില്ലാത്തവരും മതകാര്യം പറയരുത്. പക്ഷേ ഖിയാമത്ത് നാളിന്റെ അലാമത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. വിവരമില്ലാത്തവരെ ജനങ്ങൾ വിളിച്ച് നേതാക്കന്മാരാക്കും. ഫസുയിലൂ ഫഅഫ്തൗ ഫളല്ലൂ ഫഅളല്ലൂ. ആ വിവരമില്ലാത്തവരോട് പലതും പറയപ്പെടും, ചോദിക്കപ്പെടും. അവരങ്ങനെ സ്വന്തത്തിൽ ഫത്വ ഇങ്ങനെ ഇറക്കും. വല്ലൂ ഫഅളല്ലൂ. അവര് സ്വന്തം പിഴച്ചുപോയി. അവരെ വിവരക്കേട് കൊണ്ട് ഒരുപാട് ആളുകളെ പിഴപ്പിച്ചുപോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് ഓർമ്മയിൽ വേണം. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ലാ തജ്ലിസൂ ഇൻദ കുല്ലി ആലിമിൻ. എല്ലാ പണ്ഡിതന്റെ സമീപത്തും നിങ്ങൾ പോയി ഇരിക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ ഇലാ ആലിമിൻ. നിങ്ങളൊരു പണ്ഡിതന്റെ സദസ്സിലിരിക്കുമ്പോ ആ പണ്ഡിതൻ യദ്ഉകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ, 5 കാര്യത്തിൽ മറ്റൊരു 5 കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. 5 വിഷയത്തിൽ 5 വിഷയത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. ഒന്നാമത്തെ കാര്യം മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാൽ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ ഒരു സംശയം ഉണ്ടാകലല്ല, ഉള്ള സംശയം തീരലായിരിക്കണം. അങ്ങനെ മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലേ ഇരിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വമിനൽ കിബിരി ലത്തവാദുഇ, അഹങ്കാരത്തിൽ നിന്ന് താഴ്മയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. പിന്നെയും പറയുന്നു, വമിനർ റഗ്ബതി ലസുഹദി, ദുനിയാവിനോടുള്ള സ്നേഹത്തിന് പകരം ആഖിറത്തിന് വില കൽപ്പിക്കുന്ന ചിന്തയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. വമിനൽ ഗളബി ഇലൽ സബ്രി വസമാഹതി, കോപത്തിൽ നിന്ന് ക്ഷമയിലേക്കും വിട്ടുവീഴ്ചയിലേക്കും ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. വമിനൽ അദാമത്തി ഇലൻ നസീഹ, ശത്രുത ഉണ്ടാക്കുന്നതിന് പകരം